ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ജൂലൈ മാസത്തെ ജേണൽ ചെയ്യാം കേട്ടോ. മെയ് ജൂണ് ഇപ്പോൾ ഓരോ മാസം ഇടവിട്ടിട്ടാണ് ജേണൽ ചെയ്യണുള്ളൂ. ജൂൺ മാസം ജേണലാണ് കണ്ടത്. ഇന്ന് ജേണൽ ചെയ്യാനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ചോക്ലേറ്റിൻ്റെ കവറുകളാണ് കേട്ടോ. ഇത് ഞങ്ങൾക്ക് കിട്ടിയ ചോക്ലേറ്റിൻ്റെ കവറുകളാണ്. അത് നല്ല ഡിസൈൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ചെറിയ പീസുകൾ ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാം ഒരേപോലെ തന്നെ ഒരു ഡിസൈനാണ്, കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഒരു ക്രീം, ഒരു ഗോൾഡൻ ഷെയ്ഡിൽ ഒരെണ്ണം കിട്ടി, പിന്നെ ഒരു ബ്ലൂ, ഒരു ബ്ലാക്ക്, പിന്നെ പിങ്ക്. അപ്പോൾ എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇനി ആ ഒട്ടിച്ചേക്കുന്നതിൻ്റെ ചുറ്റും ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ എല്ലാത്തിൻ്റെയും 4 എണ്ണത്തിൻ്റെയും വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഓരോരോ കളറുകളാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. എല്ലാം സെയിം കളറല്ല, ഒരു ഗ്രീൻ ഷെയ്ഡ്, ഒരു ബ്ലൂ ഷെയ്ഡ് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബട്ടർഫ്ലൈയുടെ കാര്യം ആലോചിച്ചത്. ഇതിൽ ബട്ടർഫ്ലൈ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും തോന്നി. അപ്പോൾ അത് പല കളറിൽ കളർ അടിച്ചിട്ടുള്ള ഒരേപോലത്തെ ബട്ടർഫ്ലൈ ആണ്, പക്ഷെ പല കളറാണ് ചെയ്തതെന്ന് മാത്രം. അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ലെറ്റേഴ്സുകൾ ഉണ്ടായിരുന്നു, അത് ഒട്ടിച്ചു കൊടുത്തു. ഒരു ഫ്ലവർ അവിടെ വന്നാൽ നന്നാവും തോന്നി, അപ്പോൾ ഒരു ഫ്ലവർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കളർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിലും ഞാൻ ഒരു പീച്ച്, ഒരു ഡാർക്ക് പീച്ച് കളർ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു മെറൂൺ കളർ തന്നെയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ആ പീച്ചിനൊരു മെറൂൺ കളർ വരുമ്പം അത് നല്ലൊരു മാച്ചിങ് കളറാണ് കേട്ടോ. പിന്നെ ആ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്ന ആ ലെറ്ററിനൊരു എടുപ്പില്ല, അത് കാണാത്ത പോലെ തോന്നി. അപ്പോൾ അതിന് ഒരു ബോർഡർ കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഒരു ആരോയുടെ രീതിയിലാണ് കേട്ടോ ഞാൻ ബോർഡർ വരച്ചു കൊടുത്തേക്കുന്നതും അതുപോലെ അത് വെട്ടി ഒട്ടിച്ചിരിക്കുന്നതും. ഇനി ഇതിലേക്ക് മാച്ചിങ് ഉള്ള കാര്യങ്ങൾ തന്നെ വേണ്ടേ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫ്ലവറിൻ്റെ സ്റ്റിക്കറുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഓവറാക്കി അലമ്പാക്കണ്ടെന്ന് വിചാരിച്ചു, എന്നാലും ചെറുതായിട്ട് അലമ്പായി പോയി. ഈ അടിയിൽ എന്താണ് ചെയ്യാമെന്നൊരു പിടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കർ എടുത്ത് അതിൻ്റെ അടിയിൽ ഒട്ടിച്ചു കൊടുത്തു. പക്ഷേ അത് ആ ഒരു ഭാഗം മാത്രം എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. ഇനി നമ്മൾ ജൂലൈ മാസത്തെ ജേണലല്ലേ ചെയ്യണത്. അപ്പോൾ ജൂലൈയിൽ സ്റ്റിക്കറൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജൂലൈന്ന് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനൊരു സ്കെച്ച് എടുത്തിട്ട് ജൂലൈന്ന് എടുത്ത് കൊടുക്കുകയാണ്, അല്ല എഴുതി കൊടുക്കുകയാണ്. ഇടയ്ക്ക് നാവ് മിസ്റ്റേക്ക് ആവുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തോന്നിയത്, ആ ഒട്ടിച്ച് കൊടുത്തേക്കുന്ന ആ സ്റ്റിക്കറില്ലേ, ആ പൂവിൻ്റെ ആ സൈഡിൽ അതൊന്ന് ചെരിച്ചൊട്ടിച്ച് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് പിന്നെ തോന്നിയിട്ടോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പോയ ബുദ്ധിയല്ലേ, ആന പിടിച്ചാൽ കിട്ടുമോ. പിന്നെ ഇനി ഒലിച്ചൊട്ടിക്കാൻ അത് പറ്റുകയില്ല. ഒലിച്ചെടുത്ത് കഴിഞ്ഞാൽ അവിടുന്ന് അതൊക്കെ ഒന്ന് പറഞ്ഞു പോരുമല്ലോ. ലാസ്റ്റ് ഇനി എന്ത് ചെയ്യും എന്ന് അറിയാണ്ട് ഒരെണ്ണോട് ഒട്ടിച്ചു കൊടുത്തു. ഇനി ചെയ്ത് കഴിഞ്ഞാൽ കൊളാവുമെന്ന് തോന്നിയ കാരണം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആരും വീഡിയോസൊന്നും ആരും കാണുന്നൊന്നുമില്ല. നമ്മളെപ്പോലുള്ളവരുടെ വീഡിയോസൊക്കെ ആരും കാണാൻ. ഇനിയിപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും ഇഷ്ടമായിരുന്നെങ്കിൽ ഒരു ലൈക്ക് അടിക്കും കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക്, അതുപോലെ ഈ ജേണൽ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കണേ. അങ്ങനെയെങ്കിലും ആരെങ്കിലും ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നിർത്തി പോവാത്തത് എന്തെങ്കിലും ആരെങ്കിലും അംഗീകരിക്കും എന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ.